മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറയുകയാണ്. ജാതിമത വേർതിരിവില്ലാതെയാണ് താൻ ഇടപെട്ടത് എന്ന് പറയുന്നു. മാത്രമല്ല, ഇതിവിടെ അവസാനിക്കുന്നില്ല. ആ ഇടപെടൽ തുടരേണ്ടതുണ്ട്. ഇനി ഈ പറയുന്ന ദിയാധനം അതെത്രയാണ്? 8.5 കോടി എന്ന് കേൾക്കുന്നു. $10 ലക്ഷം അത് 8.5 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കണക്കാണ്, ആ തുകയാണോ നൽകേണ്ടി വരിക? ആ തുകയിലേക്ക് എങ്ങനെയാണ് ആക്ഷൻ കൗൺസിലുകൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം ആക്ഷൻ കൗൺസിൽ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നമുക്കറിയാം, ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകൻ സുഭാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ വളരെയധികം ശ്ലാഘിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് മറിച്ചുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നൊരു തർക്കത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന് സംശയം. ഇതിലിപ്പോൾ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല, മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ക്രെഡിറ്റ് മേൽ തർക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യമാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം സാമുവൽ ജെറോം എന്ന പ്രതിനിധിയാണ് ഇതിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നു, ഇത് കേന്ദ്ര സർക്കാർ തലത്തിൽ നടന്ന ചർച്ചകളാണ്, അല്ലാതെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നരേന്ദ്രമോദി, വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യമന്ത്രി ഇവരുടെയൊക്കെ ഇടപെടലിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ കാന്തപുരത്തിൻ്റെ ഇടപെടലല്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ്, അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം, ആ ഉത്തരവിൻ്റെ കോപ്പി നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആര് വഴിയാണ് ആ ഇടപെടൽ നടന്നിരിക്കുന്നതെന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.